നല്ല രുചിയുള്ള ഒരു സ്പെഷ്യൽ എഗ് ഗീ റോസ്റ്റാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എഗ് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എഗ് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 6 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1/2 ടീസ്പൂൺ ചെറുജീരകം, 6 വറ്റൽമുളക്, 3 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചെറുതീയിലൊന്നും നമുക്കിത് വറുത്തെടുക്കാം. മല്ലിയും കുരുമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ഈ മുളകെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലേക്കിട്ട് ഒന്ന് അരയ്ക്കാനായിട്ട് എടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് വലുപ്പമുള്ള വാളംപുളി ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊരു 1/4 കപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ മുളകും മല്ലിയും എല്ലാം കൂടെ പുളിയുടെ വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ആ മഞ്ഞളും മുളകും എല്ലാം ആ മുട്ടയെ നന്നായിട്ട് പരണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കോരിയെടുക്കാം. നമുക്ക് ആ പാനിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ട് വഴറ്റാം. ഇതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരുന്ന മുളകിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് ഈ സവാളയും ടൊമാറ്റോയും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് മിക്സി കഴിയ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു കൊടുക്കാം. അരപ്പെല്ലാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ മുട്ട അരപ്പിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എഗ് ഗീ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.